അയ്യോ റൂമിൽ നിന്ന് ഇറങ്ങി. ഇതെന്നാ ഒരു മൈൻഡ് ഇല്ലാത്തത്, കണ്ടിട്ടും കാണാത്തത് പോലെ പോകുന്നത്. ഒന്ന് നിന്നെ. ഗുഡ് മോർണിംഗ് ബണ്ണി. ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാരാ? നീ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോയപ്പോ എനിക്ക് ഫുഡ് തന്ന സഹായിച്ച ആളാ. ഇത് ഇയാളുടെ ഗേൾഫ്രണ്ട് ആണോ? എങ്ങനെ സഹിക്കുന്നതിനെ? ഗേൾഫ്രണ്ട് അല്ല, പക്ഷെ സഹിക്കാൻ കുറച്ച് പാടാ. എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്നറിയാമോ? ഞാൻ നേരത്തെ റെഡി ആയതാ, ഇവൻ വരണ്ടേ? ഞാൻ കാണണമെന്ന് പറഞ്ഞത് എന്താണോ? എന്താ? എന്റെ ഇല്ലേ? നിന്റെ മാരേജ് ഉറപ്പിച്ച്. ഇത്ര പെട്ടെന്നോ? പെട്ടെന്നൊന്നും അല്ല, മാസം 8 കഴിഞ്ഞു. ഇപ്പൊ കെട്ടിക്കുമെന്ന് പറയാൻ തുടങ്ങിയിട്ട്. നീ ഇങ്ങനെ മുഖത്ത് നരച്ച് പോകത്തേ ഉള്ളൂ. നിന്നേക്കാൾ ഇളയതങ്ങളൊക്കെ കല്യാണം കഴിക്കുക. അല്ല, നീ എന്തിനാ എന്റെ മെക്കെട്ട് കയറുന്നേ? നിനക്ക് കെട്ടണമെങ്കിൽ കെട്ടിക്കൂടെ? അതെ, നിങ്ങൾ വെറുതെ സംസാരിക്കാതെ വന്ന കാര്യം തീർക്കൂ. എന്നിട്ട് എന്തിനാ? നിനക്ക് എന്നെ ഫ്ലാറ്റിൽ പൂട്ടിയിടാനല്ലേ? കയ്യിലിരിപ്പ് കാരണമല്ലേ പൂട്ടിയിടുന്നത്? എന്റെ കയ്യിലിരിപ്പിന് ഒരു കുഴപ്പമില്ല. നിനക്ക് എന്റെ സ്വഭാവം ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാ. നീ എന്നെ പോലെ ആയിരുന്നെങ്കിൽ നീ എൻജോയ് ചെയ്തേനെ. ഒരു വീട്ടിൽ ഒരു വട്ടകേസ് മതി. What? You mean I'm a mental patient? Yes. പോടാ വന്നി. അക്സ, നീ എന്റെ കൂടെ വരുന്നോ? എനിക്ക് അവിടെ നല്ല ബോറടിയാ. കുറച്ച് ദിവസം കൂടെ നിൽക്കാനാണെങ്കിൽ ഞാൻ വരാം. അത് കഴിഞ്ഞ് ഞാൻ പോകും. മതി. ഫ്ലാറ്റിന്റെ ഓണർ എന്താ പറയുന്നു? ഞാനും വന്നോട്ടെ? രണ്ടും കൂടെ ചേർന്ന് ഫ്ലാറ്റ് തലകീഴായി മറിച്ചിടില്ലെങ്കിൽ പോന്നോ? എന്താ? അയാൾ എനിക്ക് നല്ല പരിചയമുള്ളത് പോലെ. എന്നാ വിളിക്കാം. ഹലോ, എന്റെ പൊന്നേ, വേണ്ട, ഇങ്ങോട്ട് വന്നേ. നീ പരിചയമുള്ളത് പോലെ എന്നല്ലേ പറഞ്ഞോളൂ. പരിചയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോ? അയാളുടെ ഹൈറ്റും ബോഡിയൊക്കെ നല്ല പരിചയം. വിളിച്ചു നിർത്തുമായിരുന്നെങ്കിൽ അയാളുടെ മുഖം കാണാമായിരുന്നല്ലോ. അയാൾ ഇവിടെ നിന്നല്ലേ ഇറങ്ങിപ്പോയത്. അപ്പൊ ഇവിടെ ആയിരിക്കുമല്ലോ താമസിക്കുന്നത്. എപ്പോഴെങ്കിലും കാണാമായിരിക്കാം. വരുന്നില്ലേ? വരുവാ. ഗീതാന്റി, നിധി എവിടെ? റൂമിൽ കാണും. എന്താടി? ഞാൻ ബെന്നിച്ചിന് ഈ ഫയൽ കൊടുക്കാൻ കമ്പനി വരെ പോകുമായിരുന്നു. അപ്പോൾ പിന്നെ നിധിയെ കൂടി കൊണ്ടുപോകാമെന്ന് കരുതി. അവള് കമ്പനി കണ്ടിട്ടില്ലല്ലോ. അത് ശരിയാ. മോളെ നിധി, നീ ഇവിടെ വന്നിട്ട് ഹണിമൂൺ അല്ലാതെ വെളിയിൽ ഇറങ്ങിയിട്ടില്ലല്ലോ. അതിനെ ഹണിമൂൺ എന്ന് പറയാനും പറ്റിയല്ലോ. നിങ്ങൾ ഒന്നോട് ഹണിമൂൺ പോകുന്നതിനെ കുറിച്ച് ഞാൻ ഇച്ചാനോടൊന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ മോളെന്തായാലും നമ്മുടെ കമ്പനി വരെ ഒന്ന് പോയിട്ട് വാ. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം എങ്ങനെ പോകുന്നു? ചന്ത എങ്ങനെയുണ്ട്? അവന് നിന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഞാനെന്താ അങ്ങനെ ചോദിച്ചെന്ന് വെച്ചാ, പെട്ടെന്നല്ലായിരുന്നു നിങ്ങളുടെ മാരേജ് ഒക്കെ? അവന്റെ ഡിക്ഷണറിയിലേ ഇല്ലായിരുന്നു മാരേജ് എന്ന വാക്ക് തന്നെ. അവനിങ്ങനെ ഫുൾ ടൈം ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരാളാ. അപ്പോൾ ചന്തുവിന് ഈ ദാമ്പത്യ ജീവിതമൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് അറിയില്ലായിരിക്കാം. എന്താ ഒന്നും മിണ്ടാത്തെ? നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അത് കേട്ടാ മതി. കാരണം ഞങ്ങളുടെ ചന്തോട്ടം കുറച്ച് പാവാണേ. അതെ, പാവമാ, പഞ്ചപാവം. നീ എന്നെ ഇത്രയും താമസിച്ചേ? അത് പിന്നെ ഡ്രൈവ് ചെയ്ത് വരണ്ടേ ബെന്നിച്ച? എന്നാ ഡ്രൈവ് ചെയ്ത് വന്നത് 20 കിലോമീറ്റർ സ്പീഡിലായിരിക്കും. നീ കാരണം എന്റെ മീറ്റിംഗ് 10 മിനിറ്റ് ലേറ്റ് ആയി. എന്നാ പിന്നെ നിങ്ങൾക്ക് ഈ ഫയലും എടുത്തോണ്ട് ഇറങ്ങായിരുന്നില്ല? അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിരുന്നേ. വെന്നിച്ച വാ, ആടെ വരുന്നു. നിന്നെ ഞാൻ എടുത്തോളാടി. നിധി എവിടെന്താ? ഇവിടെ വാ, നമുക്ക് ചന്തുവിന്റെ ക്യാബിനിൽ പോയിരിക്കാം. എന്നാ നിങ്ങൾ സംസാരിക്കാൻ. ഞാൻ ബെന്നിച്ചനൊന്ന് കണ്ടിട്ട് വരാം. നീ എന്തിനാ വന്നത്? എന്നോട് കൂടെ വരാൻ പറഞ്ഞത് കൊണ്ട് വന്നതാ. എന്താ അങ്ങനെ ചോദിച്ചേ?
വെറുതെ ചോദിച്ചതാ. അതായിരിക്കുമല്ലോ സാറിന്റെ വൈഫ്. അല്ലെങ്കിൽ സാറിന്റെ കൂടെ ക്യാബിനിൽ എങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഏയ് സാറിന്റെ വൈഫ് ആയിരിക്കില്ല. ബിക്കോസ് സാറിന് തീരെ ചേരുന്നില്ല. അത് നല്ല അടക്കവും ഒതുക്കവും ഉള്ള ഒരു പാവം കുട്ടി. സാറിന് എന്താ കുഴപ്പം? സാറിന് കുഴപ്പമൊന്നുമില്ല. 2 ദിവസം മുന്നേ സാറിൽ അവനോട് ദേഷ്യപ്പെട്ടു. അതിന്റെ കണ്ണുകടി അവന്. അതെ, ഉം? ഈ വാഷ്റൂം എവിടെയാ? ഇവിടുന്ന് നേരെ ലെഫ്റ്റിലേക്ക് പോയാൽ മതി. ഒരാളുടെ ഫോൺ എടുത്ത് നോക്കുന്നത് വളരെ മോശമായ കാര്യമാണ്. പക്ഷെ നോക്കാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. എന്റെ ജീവിതമായി പോയില്ലേ. ആദ്യം തന്നെ ചാറ്റ് നോക്കാം. ഇല്ല, 2-3 മാസമായിട്ട് ചാറ്റില്ല. കോളോ അതും ഇല്ല. അവന്റെ ഫോട്ടോസോ അതും ഇല്ല. അപ്പോൾ അവിഹിതം ഇല്ല. അയ്യേ, ഷേ, നിനക്ക് എങ്ങനെയാ ചന്തു ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത്? ബ്ലാച്ചം. ഹായ് മാം. ഹായ്. ഞങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാ. മാം ഭരത് സാറിന്റെ വൈഫാണോ? ഓ, ആണെന്ന് പറയാൻ ഇവൾക്ക് എന്താ ഇത്ര മടി? അത് ഞാൻ യെസ്, ഷീസ് മൈ വൈഫ്, മിസ്സിസ് ഭരത്. ഞാൻ അന്നേ പറഞ്ഞില്ലേ, എന്റെ പേരിന്റെ കൂടെ എന്റെ പേര് ചേർക്കാതെ നിന്റെ ഇവിടെ ആരും അറിയാൻ പോകുന്നില്ലെന്ന്. അന്ന് ഞാൻ ഇതിന് മറുപടിയും പറഞ്ഞിരുന്നു. ചേച്ചി, നമുക്ക് പോകാം. നമുക്ക് ഇറങ്ങാം. ചന്തു, ഞങ്ങൾ ഇറങ്ങുവാണേ. ആ ശരി. ഒച്ചയും അനക്കൊന്നും ഇല്ലല്ലോ. രണ്ടും കൂടി ഇവിടെ നേരത്തെ ചാടിയോ? ആഹാ, പഠിക്കുവാണ്. എന്നാ ഇനി ഇത് കുടിച്ചിട്ട് പഠിച്ചോ. ഓ, താങ്ക് യു. ഇതാണ് നീ പറഞ്ഞു പണ്ട് നിന്നെ പട്ടിണിക്ക് ഇട്ടിട്ട് പോയെന്ന്. ഇതിപ്പോ ചോദിക്കാൻ നിന്നെ കഴിക്കാനും കുടിക്കാനും ഉണ്ടാക്കി തന്നല്ലോ. അതൊക്കെ ഉണ്ടാക്കി തരും. പക്ഷേ ഇവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല. ആ, ഉറങ്ങിയോ? എന്റെ ഫോണിൽ അവന്റെ ഫോട്ടോ ഇല്ല. നീ അവനുമായിട്ട് കോണ്ടാക്ട്സും ഇല്ല. പിന്നെ എന്തിനാ എന്റെ ഭാര്യയ്ക്ക് അവൻ ഇട്ട് തന്ന മോതിരം? ഇതും നിനക്ക് വേണ്ട. എന്റെ അമ്മ, എന്റെ പൊന്നെ വേണ്ട, ഞാൻ റിങ്ങൊന്ന് ഊരി എടുത്തോട്ടെ. അതെവിടെ കൊണ്ടുപോയി കളഞ്ഞു ഞാൻ? എന്തായി നോക്കുന്നത്? എന്റെ റിങ് കണ്ടില്ല. ആ, ഏത് റിങ്ങാ? അത് ഞാനും കൂടെ തപ്പ. വേണ്ട, ആ റിങ് ഇനി അന്വേഷിക്കണ്ട. അതിനെനിക്ക് വേണ്ട. ഇതൊരു പോസിറ്റീവ് സൈനായിട്ട് ഞാൻ എടുത്തോട്ടെ കർത്താവേ. സർ, ജെനിഫർ കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറ. എന്താ ഇത്തവണ എനിക്ക് തരാനുള്ള ഡ്രഗ്സ് തരാത്തത്? ഞാൻ പേ ചെയ്തതല്ലേ? കാം ഡൗൺ. നിന്നോട് ഞാനന്ന് വരാൻ പറഞ്ഞപ്പോൾ നീ വരാത്തത് കൊണ്ട് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നു. വീടല്ലേ?
ഞാൻ നിങ്ങൾ പറയുമ്പോ പോകാനും വരാനും നിങ്ങളുടെ കളിപ്പാവയാണെന്ന് കരുതിയോ? ഷടാ, ഈ പെണ്ണിനെ നിനക്കറിയാമോ? ഇവളപ്പോ തനിക്കിട്ടും പണിതല്ലേ? താൻ ഓർക്കുന്നുണ്ടോ തന്നോട് ഞാൻ ഹെൽപ്പ് ചോദിച്ചു വന്നത്? എന്റെയും തന്റെയും വീഡിയോ എടുത്തെന്ന് പറഞ്ഞ് ഞാൻ തന്റെ അടുക്ക വന്നത് താൻ ഓർക്കുന്നുണ്ടോ എന്ന്? അന്ന് താൻ എന്നെ ചവിട്ടി പുറത്താക്കിയില്ലേ? ഇവളിപ്പോൾ എവിടെയുണ്ട്? ഐ ഡോണ്ട് നോ. പറയടി. ശരിക്കും എനിക്കറിയില്ല ഇവളിപ്പോൾ എവിടെയുണ്ടത്. ഇവളെ കൊല്ലാൻ ഞാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സ്റ്റീഫൻ ഇടപെടണ്ട. എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്. എന്റെ വീഡിയോ അവളുടെ കയ്യിൽ നിന്ന് എനിക്ക് വാങ്ങണം. അതേപോലെ തന്നെ എനിക്ക് അവളോട് റിവെഞ്ച് ചെയ്യണം. എക്സാം ഒക്കെ കഴിഞ്ഞ് സ്റ്റുഡൻസിന്റെ ഒരു പാർട്ടി ഉണ്ട്. അന്ന് ഞാൻ പകരം വീട്ടു അവളോട്. ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, ജയിക്കും. ഇങ്ങോട്ട് വാ കുരുപ്പുകളെ. നല്ല അടിപൊളി ഒരു കോള് കിട്ടിയിട്ടുണ്ട്. എന്താ? ഇന്ന് നൈറ്റ് KK ക്ലബിൽ ഒരു പാർട്ടിയുണ്ട്. അതിലൊരാൾ ആരാ? നീയാണോ? കൂടിയൊന്ന് ഡ്രഗ്സ് കയറ്റുമതി ചെയ്യുന്ന ആളുടെ വലം കൈ വരുന്നുണ്ട്. അപ്പോൾ ഇടത് കൈ വരില്ലേ? വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാൻ പാടില്ലെന്നാ. ഓ, വണ്ടി വരുന്നുണ്ട്. പോകാം. ഞാനിന്നില്ല, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുക. ധന വന്നോളും കൂടെ. ഓക്കെ, പോകാം. പ്ലാൻ അറിയാലോ? ഓക്കെ അല്ലേ? ഓക്കെ. വേഗം വാ, എനിക്ക് കുറച്ച് പണിയുണ്ട്. അകത്ത് കയറിയിരുന്നോ? ഞാൻ ഒരിടം വരെ പോകുക. എന്നതാടി ഞാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം? സന്തോഷമോ സങ്കടമോ ബണ്ണി? ഇത് റിയലി? സമയം കളയാതെ പോട പട്ടി. എന്താ? ലേറ്റ് ആവണ്ട, വേഗം പൊക്ക്. ഞാൻ ഇനി ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങും? ഐഡിയ. സാർ, ഹലോ സാർ. ഹായ്, ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ? ഷുവർ. ഞാൻ ഇവിടുന്ന് അപ്പുറത്തേക്ക് കടക്കാം. നിങ്ങളുടെ ഫ്ലാറ്റിന്റെ ഡോർ വഴി തുറന്ന് എന്നെ വെളിയിലേക്ക് വിടുവോ? നിനക്ക് വല്ല മനോരോഗമുണ്ടോ നിന്നിങ്ങനെ പൂട്ടിയിടാൻ? ആക്ച്വലി എന്നെ പൂട്ടിയിട്ടേക്കുമല്ല, ഈ ഡോറ് തുറക്കാനുള്ള സംവിധാനം എന്റെ കയ്യിലില്ല. അതിനെയാ ഞങ്ങളുടെ നാട്ടിൽ പൂട്ടിയിടുക എന്ന് പറയുന്നത്. ആ, സമ്മതിച്ചു. എന്നെ ഒന്ന് പുറത്തിറങ്ങാൻ സഹായിക്കാമോ? ഓഫ് കോഴ്സ്. താങ്ക് യു സോ മച്ച്. ഈ ഉപകാരം ഞാൻ ചത്താടെ മറക്കത്തുള്ളൂ. എടാ പൊട്ട, നീ വന്നില്ലേ? ഓ, എന്നാ നീ ആ വലങ്കയുടെ ഫോട്ടോ എനിക്ക് അയക്ക്. അയ്യേ, എടാ മണകുളാഞ്ച, ആ ഡ്രഗ്സുകാരന്റെ ഫോട്ടോ അയക്കടാ. ഇനി ഇയാളെ തപ്പണം. ചുറ്റിനും ഗേൾസ് ആണല്ലോ. അയാള് വേറെ പെണ്ണിനെ കൊണ്ട് പോവാണോ? ഇവനിതെന്താ വരാത്തെ? കോളെടുക്കട പൊട്ട. ഇനി വേറെ ഓപ്ഷൻ ഇല്ല. Let's have some fun. Of course. ബണ്ണി,
Don't touch her. She's mine, damn it. എടാ വിടടാ എന്നെ. ഇതൊക്കെ പ്ലാനാണ്, എന്നെ വിടടാ. വാടി എന്റെ കൂടെ. അവളുടെ കോപ്പിലെ ഓരോ പ്ലാൻ വരാനല്ല നിന്നോട് പറഞ്ഞത്. വിടെന്നെ. Bunny, you are crossing your limit. ഞാനാണോ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നത്? നീ ഇവിടെ എന്താ തന്നെ കാണിക്കുന്നത്? നീ എന്ത് ഉദ്ദേശത്തോടെ അയാളുടെ കൂടെ പോകാൻ തുടങ്ങിയത്? What's going on your mind, Dana? Are you mad or something? ഞാൻ എന്ത് കാണിച്ചാലും നിനക്ക് എന്താ പണി? നീ എന്തിനാ എന്റെ കാര്യത്തിൽ ഇത്രയും ഓവറായി കെയർ ചെയ്യുന്നത്? Because നീ കാട്ടിക്കൂട്ടുന്നതിന്റെ സീരിയസ്നെസ് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ട്. ഇതെവിടെ വരെ പോകുമെന്ന് നിനക്കറിയാമോ? ഇത് എവിടം വരെയെങ്കിലും പൊയ്ക്കോട്ടെ. എന്റെ കാര്യത്തിലൊന്നും ഇടപെടാതിരിക്കാൻ പറ്റുമോ? നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യാനാണെന്ന് പറഞ്ഞ് എന്റെ മേലെ കാണിക്കുന്ന ഈ അധികാരം ഉണ്ടല്ലോ, അതെനിക്ക് തീരെ പിടിക്കുന്നില്ല. നിന്നെ കാണുന്നതിന് മുന്നേ വരെ എനിക്ക് ആരുടെയും പെർമിഷൻ വേണ്ടായിരുന്നു. നിന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ കൂട്ടിലകപ്പെട്ട പക്ഷിയെ പോലെയാ. എവിടെയെങ്കിലും പോകാൻ പെർമിഷൻ വേണം, എന്തെങ്കിലും ചെയ്യാൻ പെർമിഷൻ വേണം, എല്ലാത്തിനും പെർമിഷൻ ചോദിക്കേണ്ട അവസ്ഥ എനിക്ക്. ഇതെനിക്ക് തീരെ പിടിക്കുന്നില്ല. പ്ലീസ്, ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ ഇനി എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത്. ഓക്കെ, നീ നിന്റെ ഇഷ്ടം പോലെ കാണിക്ക്. ഇനി നിന്റെ ഒരു കാര്യത്തിൽ ഇടപെടാൻ ഞാൻ വരില്ല. ആർ യു ഹാപ്പി? വളരെയധികം സന്തോഷം. അതെന്താ അങ്ങനെ നോട്ടം? ബണ്ണി എന്താ ഇവിടെ? ഐ ഡോണ്ട് നോ. നിങ്ങൾ വാ, ദാ അവിടെ അയാൾ ഇരിക്കുന്നത്. ഹലോ. ഹായ്. പോയിട്ട് കുറച്ചു നേരം ആയല്ലോ. അയാൾ ഇനി അവനെ വല്ലതും ചതിച്ചോ ഭർത്താവേ? ഗേൾസ്, വാ വാ, ഓടിക്കൂ ഓടിക്കൂ. എന്നടാ, ആരെങ്കിലും നമ്മളെ പിടിച്ചോ? ഓട് 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 ഓട്. ചുമ്മാ രസം. വല്ല തുമ്പും കിട്ടിയോ? തുമ്പ് മാത്രമല്ല, ഫുൾ ഡീറ്റെയിൽസ് കിട്ടി. ഓ, അയാളുടെ ഒക്കെ തലവന്റെ ഫോട്ടോയും കിട്ടി, ഡ്രഗ്സിന്റെ ഒക്കെ സാമ്പിളും കിട്ടി. യെസ്. നീ കൊണ്ടുപോയ ആളോ? അങ്ങനെ ഞാൻ ഡ്രഗ്സ് കൊടുത്ത് മയക്കി, അല്ലാണ്ട് എന്റെ ചാരിതാർത്ഥ്യം പോയേനെ.